ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഞാനും അജിത്തും കൂടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് മലമ്പുഴ ഡാമിലോട്ടാണ്. ഈ മാസം അതായത് ജനുവരി 23 മുതൽ 28 വരെ ഇവിടെ അടിപൊളി ഫ്ലവർ ഷോ നടക്കാൻ പോകുന്നുണ്ട്. സോ ആ ഒരു ഫ്ലവർ ഷോന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വീഡിയോ കണ്ടതും കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഗൈസ്. സോ മിസ് ചെയ്യാതെ ഇങ്ങോട്ട് വരാട്ടോ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ പറയാട്ടോ. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലിലേക്ക് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പൊ അജിതേ പോലെ ഗൈസ് വരൂ. ഗൈസ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനുവരി 23 കേട്ടോ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ 23 സ്റ്റാർട്ട് ചെയ്തിട്ട് 28 അവസാനിക്കുന്നത്. പാലക്കാട് DTPCയും ജലസേചന വകുപ്പും ചേർന്നിട്ടാണ് ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോ കണ്ടക്ട് ചെയ്യുന്നത്. പലതരത്തിലുള്ള വെറൈറ്റി പൂക്കളാട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഈ ഫ്ലവർ ഷോന് ഇവിടെ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ. ഇവിടെ ഫ്ലവർ ഷോ കാണാൻ വരുന്നവർക്ക് ഫുഡ് കോർട്ടും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാ ദിവസവും വൈകുന്നേരം വിവിധ തരം കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഗൈസ്, ഇവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. 23-ാം തീയതി ഇതിലും കൂടുതൽ പൂക്കൾ കൊണ്ട് ഇവിടെ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ പറഞ്ഞത്. ടൈമിംഗ് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ കേട്ടോ. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ മറക്കില്ല കേട്ടോ. ഈ ഫ്ലവർ ഷോ കാണാൻ വരുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഡേറ്റ് മറക്കണ്ട. ജനുവരി 23 മുതൽ 28 വരെ മലമ്പുഴയിൽ നടക്കുന്ന ഫ്ലവർ ഷോ കാണാൻ ഞങ്ങൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ബെല്ലിലേക്ക് എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നവരേക്കും ബൈ.